ഒടുവിൽ ചാനൽ ജഡ്ജിമാർ വയനാടത്തെ ആ രണ്ട് കോൺഗ്രസ് ആത്മാക്കൾക്ക് വേണ്ടി സടകുടഞ്ഞെണീറ്റു. എണീറ്റതല്ല, എണീപ്പിക്കേണ്ടി വന്നതാണ്. വളരെ സരസമായി കോൺഗ്രസുകാർ നശിപ്പിച്ച രണ്ട് ജീവനുകളെ ലളിതമായി വാർത്ത കൊടുത്തങ്ങ് ഒതുക്കാനായിരുന്നു പരിശ്രമം. പക്ഷേ സൈബർ ഇടങ്ങൾ ഇന്ന് അങ്ങനെയല്ലല്ലോ. അവർ ഉണർന്നു പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലനമാണ് ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്ന് ഒരു ദിവസത്തിന് ശേഷമെങ്കിലും ആത്മരോഷം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ആ ചർച്ച അരങ്ങേറിയത്. വിജയേട്ടൻ അവസാന നിമിഷവും കോൺഗ്രസ് പാർട്ടിയെ ചേർത്ത് നിർത്തിയ ആളാണ്. വിജയേട്ടൻ അവസാന നിമിഷവും കോൺഗ്രസ് പാർട്ടിയെ ചേർത്ത് നിർത്തി. കോൺഗ്രസ് പാർട്ടി അദ്ദേഹം മരിച്ച മണ്ണടിഞ്ഞതിന് ശേഷം അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയോ എന്നുള്ളതാണ് ഈ രാത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സഹപ്രവർത്തകരുടെ സാമ്പത്തിക വഞ്ചനയിൽപ്പെട്ട് കടത്തിൽ മുങ്ങിയാണ് വയനാട് DCC ട്രഷറർ NM വിജയൻ ആത്മഹത്യ ചെയ്തത്. ബാങ്കിലെ നിയമനത്തിന് വാങ്ങിയ കോഴ നിയമനം നടക്കാതെ വന്നപ്പോൾ തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം വിജയന് മാത്രമായി. പണം പറ്റിയ നേതാക്കളൊക്കെ മുങ്ങി. വീടും പറമ്പും ജപ്തി ചെയ്യുമെന്ന ഘട്ടത്തിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന മകന് വിഷം കൊടുത്ത് വിജയൻ സ്വയം ജീവനെടുത്തു. പാർട്ടിക്ക് അപഖ്യാതി ഉണ്ടാക്കാൻ മനസ്സ് വരുന്നില്ല, എന്റെ കുടുംബത്തെയെങ്കിലും രക്ഷിക്കണേ എന്ന് ദീനമായി അപേക്ഷിക്കുന്ന ഒരു മരണക്കുറിപ്പ് VD സതീശനും K സുധാകരനും മറ്റു പ്രമുഖ നേതാക്കൾക്കും വിജയൻ നൽകിയിരുന്നു. ഈ മരണക്കുറിപ്പ് നേതാക്കൾക്ക് കിട്ടി 10 ദിവസം കാത്തിരിക്കണം. അവർ സഹായിച്ചില്ലെങ്കിൽ മാത്രമേ ഈ കത്ത് പുറത്തുവിടാവൂ എന്ന് മൂത്ത മകന് ഒരു കത്തുകൂടി എഴുതി വെച്ചിരുന്നു വിജയൻ. 4 പതിറ്റാണ്ടോളം വയനാട്ടിലെ കോൺഗ്രസിന്റെ നേതൃനിരയിൽ അഹോരാത്രം പണിയെടുത്ത NM വിജയനോട് മരിച്ചിട്ടും ദയ കാണിക്കുന്നില്ല കോൺഗ്രസ് പാർട്ടി. ഇതൊരു സാമ്പിളാണ്. അഭിലാഷ് തുടങ്ങി വെച്ചു, അത് SK സജീഷ് നല്ല ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു. ഈ നാട്ടിൽ കോൺഗ്രസുകാർ ഗാന്ധിയൻ മാർഗത്തിലൂടെ ചെയ്തു കൂട്ടുന്ന കൊള്ളരുതായ്മകൾ എത്രമാത്രം തീവ്രമാണെന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മാനസികാസ്വാസ്ഥ്യമുള്ള മകനെ വിഷം കൊടുത്തതിന് ശേഷം ഒരു അരനൂറ്റാണ്ട് കോൺഗ്രസ് പാരമ്പര്യമുള്ള നേതാവ് ജീവനൊടുക്കിയത്. മനസ്സുള്ള മനുഷ്യരാണെങ്കിൽ ആ സംഭവവികാസവും ആ കത്തും വായിച്ചാൽ മനസാക്ഷി മരവിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകും. പക്ഷേ കഴിഞ്ഞ 2 ദിവസം അത് ഉണ്ടായില്ല. എന്നിരുന്നാലും കുറച്ച് വൈകിച്ച് അതിൻ്റെ തീവ്രതയൊന്ന് കുറച്ചതിന് ശേഷം കോൺഗ്രസിന് പരിക്കേൽക്കാത്ത രീതിയിൽ ചർച്ച ചെയ്യാമെന്ന് കരുതിയെടുത്താണ് സജീഷൊക്കെ കയറിയങ്ങ് മേഞ്ഞത്. ഓരോ വിഷയത്തെയും വളരെ സൂക്ഷ്മമായി എടുത്ത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് SK സജീഷ് അതിൽ പറഞ്ഞ മറുപടി ഉണ്ടല്ലോ, ആ മറുപടികൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ നെഞ്ചത്തടിക്കുന്ന ഓരോ ആണിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അഭിലാഷ് തുടങ്ങി, അത് ഗംഭീരമായി സജീഷ് പൂർത്തിയാക്കി. കത്ത് കിട്ടി, വായിച്ചില്ല എന്ന് K സുധാകരൻ പറയുന്നു. കത്ത് വായിച്ചു, പക്ഷെ ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി ഇല്ല എന്ന് VD സതീശൻ പറയുന്നു. ഇത് ആത്മഹത്യാക്കുറിപ്പ് ആണോ എന്ന് ആർക്കറിയാമെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇത്ര മനസാക്ഷിയും മനുഷ്യത്വവും ഇല്ലാത്തവരാകുന്നത്? വലിയ കടബാധ്യത പാർട്ടി പ്രവർത്തനം മൂലം വരുന്നു. ഒരാൾ മരിക്കാൻ തീരുമാനിക്കുന്നു, മരിക്കുമ്പോൾ വയ്യാത്ത മകനെയും കൂടെ കൂട്ടുന്നു. ആ നിമിഷവും ഈ ചതികളെല്ലാം ഏറ്റുവാങ്ങിയ ആ മനുഷ്യൻ പ്രസ്ഥാനത്തെ കരിവേരി തേക്കാനല്ല ഉദ്ദേശിക്കുന്നത്, പാർട്ടി മോശപ്പെടട്ടെ എന്നല്ല വിചാരിക്കുന്നത്. അദ്ദേഹം വിചാരിക്കുന്നത് എന്റെ പാർട്ടിക്ക് ഒരു അപഖ്യാതി വരരുത് എന്നാണ്. അത് ഈ കത്തിൽ എഴുതി വെക്കുന്നുണ്ട്. ഞാൻ ഈ പാർട്ടിയുടെ പാപങ്ങളെല്ലാം ഏറ്റുവാങ്ങി മരിക്കാം, പക്ഷെ എന്നാൽ പോലും എന്റെ പാർട്ടിക്ക് ഒരു കുഴപ്പവും വരരുതേ എന്ന് പറഞ്ഞിട്ട് മരിച്ച ഒരു മനുഷ്യൻ എന്റെ പാർട്ടി ഇനി എന്റെ കുടുംബത്തെ രക്ഷിക്കും എന്ന് വിശ്വസിച്ച് മരിച്ചുപോയി. അതിനുശേഷം പോലും കോൺഗ്രസ് പാർട്ടി ഈ കുടുംബത്തെ അനുഭാവപൂർണ്ണം കാണാൻ തയ്യാറാത്തത് എന്തുകൊണ്ടാണ്? പണ്ട് ഈശ്വര വാര്യർ ചോദിച്ചതുപോലെ മരിച്ചിട്ടും നിങ്ങൾ എന്തിനാണ് എന്റെ മകനെ മഴയത്ത് നിർത്തുന്നത് എന്ന് ചോദിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ മരിച്ചു പോയിട്ടും എന്തിനാണ് ഈ കുടുംബത്തെ കോൺഗ്രസ്സുകാർ ഇങ്ങനെ മഴയത്തും വെയിലത്തും നിർത്തുന്നത്? KP നൗഷാദ് അലി. അഭിലാഷ്, ഇവിടെ ശ്രീ വിജയന്റെ കത്ത് അത് പാർട്ടിയോടുള്ള വലിയ കൂറും പ്രതിബദ്ധതയും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കത്താണ്. അദ്ദേഹം അവസാന നിമിഷവും പാർട്ടി അത്തരത്തിലാണ് സമീപിച്ചിട്ടുള്ളത്. ഔദ്യോഗിക നിയമ സംവിധാനങ്ങൾക്കൊക്കെ ഇവിടെ സുതാര്യമായിട്ട് സത്യസന്ധമായിട്ട് അന്വേഷണം നടത്താം, അതിലെ വസ്തുതകളും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ വെളിച്ചത്ത് കൊണ്ടുവരാം. അന്വേഷണം നടക്കട്ടെ. കോൺഗ്രസ് പ്രവർത്തകൻ വായിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകന്റെ കത്തായി ആ കത്തിനെ ഒന്ന് കാണുക, ആ കത്തിന്റെ അവസാനത്തെ വരികളൊന്ന് വായിക്കൂ. എന്റെ കുടുംബത്തെയെങ്കിലും രക്ഷിക്കണേ, എന്റെ കുടുംബത്തെയെങ്കിലും രക്ഷിക്കണേ എന്ന് ആരോടാണ് NM വിജയൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്? കോൺഗ്രസ് പാർട്ടിയോടാണ്. കോൺഗ്രസ് പാർട്ടിയുടെ KPCCയുടെ അധ്യക്ഷനോടും പാർലമെന്ററി പാർട്ടി ലീഡറോടും K സുധാകരനോടും VD സതീശനോടുമാണ് എന്റെ കുടുംബത്തെയെങ്കിലും രക്ഷിക്കണേ എന്ന് പറഞ്ഞ ഒരാൾ മരിച്ചുപോയത്. അയാൾക്ക് വേണ്ടി കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്തു? ആ വീട്ടിലേക്കൊന്ന് പോയോ? ഇവർ സഞ്ചയനം കഴിഞ്ഞ് പിറ്റേന്ന് നേതാക്കളെ തിരക്കി ചെന്നാണ് ഈ കത്ത് കൊടുത്തത്. അപ്പോ അവരോട് എങ്ങനെയാണ് പെരുമാറിയതെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്തൊരു പാർട്ടി, എന്തൊരു നേതാക്കളുമാണിതെന്ന്. അവിടെ കത്ത് പരിശോധിച്ച് വേണ്ടത് ചെയ്യാം, നോക്കാം, പരിശോധിക്കട്ടെ എന്നാണ് പറയുന്നത്. അതിനെന്താ തെറ്റുള്ളത്? കോൺഗ്രസ് പാർട്ടി വിജയേട്ടന്റെ കുടുംബത്തെ കൈയൊഴിയുമെന്ന് അധ്യക്ഷൻ ഇന്നലെ പറഞ്ഞത് ഞാൻ കത്ത് കിട്ടി, കത്ത് വായിച്ചില്ല എന്നാണ്. VD സതീശൻ പറയുന്നത് കത്ത് ഞാൻ വായിച്ചു, പക്ഷെ അതിൽ ക്ലാരിറ്റി കുറവുണ്ട് എന്നാണ്. ഇപ്പൊ ഈ കത്തിൽ എന്താണ് ക്ലാരിറ്റി കുറവ്? അദ്ദേഹത്തിന്റെ സാമ്പത്തിക ബാധ്യതകളെ കുറിച്ചുള്ള ക്ലാരിറ്റി അന്വേഷിക്കാവുന്നതാണ്, അതല്ലല്ലോ വിഷയം. പക്ഷേ ആ സംഭവത്തിൽ
അദ്ദേഹത്തിന്റെ അങ്ങേയറ്റത്തെ മാനസിക വ്യഥയിൽ യാതൊരു ക്ലാരിറ്റി കുറവുമില്ലല്ലോ. ചങ്കു പൊട്ടിയാണ് ആ മനുഷ്യൻ മരിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു ക്ലാരിറ്റി കുറവുമില്ലല്ലോ. ഒരു മകനെ വിഷം കൊടുത്ത് കൊല്ലേണ്ട മാനസികാവസ്ഥ വന്നു എന്നുള്ള കാര്യത്തിൽ ക്ലാരിറ്റി കുറവില്ലല്ലോ. ആ ക്ലാരിറ്റിക്ക് കോൺഗ്രസ് പാർട്ടി എവിടെയാണ് പോകേണ്ടത്? വളരെ ഗുരുതര സ്വഭാവത്തിലുള്ള ചില കാര്യങ്ങളാണ് ഈ മരണക്കുറിപ്പിലൂടെ പുറത്തു വരുന്നത്. ഒന്ന്, 22 നിയമനങ്ങൾ ഒരു സഹകരണ സ്ഥാപനത്തിന്റെ അധികാരം പിടിച്ചപ്പോൾ 22 നിയമനങ്ങൾ നടത്താം എന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് പണം വാങ്ങുന്നു. പക്ഷേ ആ ബാങ്കിന്റെ ഭരണസമിതി കോടതി ഉത്തരവിനെ തുടർന്നും പിന്നെ നടന്ന തെരഞ്ഞെടുപ്പിനെ തുടർന്നും ഉദ്ദേശിച്ചതുപോലെ കയ്യിൽ വരുന്നില്ല. അതേ തുടർന്ന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നു. ആ ബാധ്യതയിൽ ഒരാളെ തനിച്ചാക്കി ബാക്കിയുള്ളവരെല്ലാവരും മുങ്ങുന്നു. അതൊന്നാമത്തെ കാര്യം. മറ്റത് വേറെയുണ്ട്. അപ്പോ അങ്ങനെ ഈ ബാധ്യതകളെല്ലാം ഏറ്റുവാങ്ങി ഒരു മനുഷ്യൻ സ്വയം ജീവൻ ഒടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി തിരിഞ്ഞു നോക്കുന്നുമില്ല എന്നുള്ള സാഹചര്യത്തെ എങ്ങനെ കാണുന്നു? ശ്രീ അഭിലാഷ്, 2 കാര്യങ്ങളുണ്ട്. താങ്കളിപ്പോൾ ഉന്നയിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് ഒറ്റ വാചകത്തിൽ തന്നെ മറുപടി പറയാവുന്നതാണ്. ഒന്ന്, ഇത് ഒരു പിൻവാതിൽ നിയമന തട്ടിപ്പ് കേസും അതിന്റെ ഭാഗമായി ഉണ്ടായ ഒരു ഇരട്ട കൊലപാതകവുമാണ്. ഇതിന് രണ്ടിനും ഉത്തരവാദി കോൺഗ്രസ് നേതൃത്വമാണ്. ഇപ്പോൾ ഈ ചർച്ചയിൽ അതിലേറെ എനിക്ക് പ്രയാസമുണ്ടായത് മരണപ്പെട്ടു പോയ ബഹുമാനായ NM വിജയന്റെ മക്കൾ അവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് കോൺഗ്രസ് പ്രതിനിധി ഇവിടെ ഉന്നയിച്ച നൌഷാദ് അലി ഉന്നയിച്ച ചില കാര്യങ്ങൾ അവരുടെ ഹൃദയത്തിൽ എങ്ങനെ തട്ടിയെന്ന് എനിക്കറിയില്ല. കത്ത് 100% കോൺഗ്രസിനോടുള്ള കൂറ് ഉയർത്തിപ്പിടിക്കുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ രമേശ് ചെന്നിത്തല ഈ കത്ത് വ്യാജമാണ് എന്ന് പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹം അഭിപ്രായം പറയേണ്ടതില്ലേ? ഈ കത്ത് വ്യാജമാണ് എന്ന അഭിപ്രായം നൌഷാദ് അലിക്കുണ്ടോ? ആ അഭിപ്രായം ഉണ്ട് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക്. മാത്രവുമല്ല, പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ പറഞ്ഞത് ഈ കത്തിനകത്ത് ഉള്ള എഴുത്തിന്റെ മഷിയെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട് എന്നാണ്. VD സതീശൻ എന്ന പേരെഴുതിയ മഷിക്കെന്തോ നിറവ്യത്യാസമുണ്ട് എന്നാണ് പറഞ്ഞത്. അത് മാത്രമാണോ ശ്രീ VD സതീശൻ പറഞ്ഞത്? VD സതീശൻ പറഞ്ഞ ഒരു വാചകം എന്തുകൊണ്ട് ശ്രീ അഭിലാഷ് അവരുടെ മുന്നിൽ അവതരിപ്പിച്ചില്ല എന്ന് എനിക്കറിയില്ല. അതിലൊരു വാചകമുണ്ട്. ആ വാചകം ഇതാണ്: എന്നെ ഇവർ ഭീഷണിപ്പെടുത്തിയതാണ്. ഭീഷണിയുടെ രൂപത്തിലാണ് ഈ പറഞ്ഞ മരണപ്പെട്ടു പോയ NM വിജയന്റെ മകൻ സംസാരിച്ചത്. ആ ഭീഷണിയൊന്നും അതൊന്നും എന്നോട് വിലപ്പോവില്ല എന്നാണല്ലോ സ്വതസിദ്ധമായ ധിക്കാരത്തിൽ, പുച്ഛത്തിൽ, എല്ലാത്തിനും ഞാനെന്ന ഭാവത്തോടു കൂടി നടക്കുന്ന ആ പ്രതിപക്ഷ നേതാവ് ഈ VD സതീശൻ ഇവരെക്കുറിച്ച് പറഞ്ഞത്. ആ മകൻ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ആ മകൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ പ്രതിപക്ഷ നേതാവിനെ? സ്വാഭാവികമായും നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യമായിരുന്നു. ആ ചോദ്യം നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായില്ല. ഏറ്റവും സങ്കടകരമായ മറ്റൊരു കാര്യം അറിയുമോ? ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയിൽ ഇരിക്കുന്ന സമയത്താണ് എന്ന് തോന്നുന്നു, ഞാൻ മറ്റൊരു ചാനലിൽ കണ്ടു. ആ ചാനലിന്റെ ആധികാരികമായ വാർത്തയിൽ കണ്ടു, ശ്രീ സുധാകരൻ KPCCയുടെ പ്രസിഡന്റ് പറഞ്ഞത് വിജയന്റെ കുടുംബത്തിന് അന്തവും കുന്തവുമില്ല എന്നാണ്. ഈ കുടുംബത്തിന് അന്തവും കുന്തവുമില്ല എന്ന് ഇപ്പോൾ തൊട്ടു മുമ്പ് ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും, 1 മിനിറ്റ് മുമ്പേ ഉള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു ചാനലിന്റെ വാർത്തയായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഇങ്ങനെയെല്ലാം കോൺഗ്രസ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുകയാണ്. എന്ത് മൃഗീയമായ രീതിയിലാണ് ഇവരുടെ നിലപാട് എന്ന് സ്വയം പരിശോധിക്കേണ്ടതില്ലേ? പറയാവുന്നത് എങ്ങനെയും മറ്റുള്ളവരുടെ ഇടയിലേക്ക് അവതരിപ്പിക്കുക, തങ്ങൾ ചെയ്ത ഈ അപരാധത്തെ മറച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ആട്ടിൻതോലിട്ട ചെന്നായിയെ പോലെ ഇവിടെ നൌഷാദ് അലി പറഞ്ഞൊരു വാചകമുണ്ട്. ആ വാചകം എന്താ അറിയോ? ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിക്കട്ടെ, കത്ത് മാത്രമല്ല ചില ഉൾപ്പിരിവുകൾ ഉണ്ടാകും, പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണ് ഉൾപ്പിരിവ് എന്ന് നൌഷാദ് അലി ഈ ചർച്ചയിൽ പറയണം. എന്താണ് ഉൾപ്പിരിവ്? ആ കുടുംബം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ജീവിച്ചിരിക്കുന്നവരെ സംശയത്തിന്റെ നിഴലാക്കാനല്ലേ നൌഷാദ് അലി ഈ ചർച്ചയുടെ ഭാഗമായി ശ്രമിച്ചത്? ഇത് നൌഷാദ് അലി എന്ന് പറയുന്ന ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ്സുകാരന്റെ പ്രശ്നമല്ല. T സിദ്ദിഖ് ഇവിടെ ഇതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടൊരു പത്രസമ്മേളനം നടത്തിയപ്പോൾ ഞാനത് കേട്ടിട്ടുണ്ട്. അതിൽ T സിദ്ദിഖ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ചില കുടുംബ പ്രശ്നങ്ങളാണ്. കുടുംബ പ്രശ്നങ്ങളാണോ? ഇപ്പോൾ കത്ത് പുറത്തു വന്നല്ലോ. ആ കത്തിൽ ഈ മകൻ എഴുതിയ കത്തുണ്ടല്ലോ. ആ കത്തിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, അവർ ഈ ചർച്ചയിലുണ്ടല്ലോ. അഭിലാഷ് അതിലെ വാചകങ്ങൾ ഉദ്ധരിച്ചല്ലോ. ഈ പത്മജ എന്ന് പറയുന്ന മകളെ പപ്പ എന്ന് വിശേഷിപ്പിച്ചു കൊണ്ടാണല്ലോ ആ അച്ഛൻ ആ കത്തിൽ അവരെ അഭിസംബോധന ചെയ്യുന്നത്. അവരോടുള്ള സ്നേഹമല്ലേ പങ്കുവെക്കുന്നത്? കുഞ്ഞുങ്ങൾക്ക് ഉമ്മ കൊടുത്തുകൊണ്ട് ഞാൻ പോകുന്നു, മകനെയും കൂട്ടി പോകുന്നു എന്നല്ലേ എഴുതി വെച്ചത്? ഈ സിദ്ദിഖിനും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നൌഷാദ് അലിക്കും എവിടുന്നാണ് ഉൾപ്പിരിവ് വന്നത്? സിദ്ദിഖിന് എവിടെയാണ് കുടുംബ പ്രശ്നം വന്നത്? അതായത് തങ്ങളൊരു കുടുംബത്തെ, ഒരു മകനെയും അച്ഛനെയും ഇരട്ട കൊലപാതകം നടത്തിയിട്ട് ആ കൊലപാതകത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഇത്തരത്തിലുള്ള വർത്തമാനം പറയലല്ലേ ആദ്യം അവസാനിപ്പിക്കേണ്ട കോൺഗ്രസ്? എന്തൊരു നെറുകേടാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുടുംബത്തെക്കുറിച്ച് ഇപ്പോൾ സുധാകരൻ പറഞ്ഞതും അതുപോലെ തന്നെ ഈ ഭീഷണിപ്പെടുത്തിയതും എല്ലാം നമ്മൾ കാണണ്ടേ? ഇത് ഇങ്ങനെ അവസാനിച്ചു പോകുന്നതല്ല. അഭിലാഷ്, ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത്
ഇദ്ദേഹത്തിന്റെ ഈ വി ഡി സതീശന് ക്ലാരിറ്റി പോരാ എന്നാ പറയുന്നത്. വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ടല്ലോ, എന്റെ മരണത്തിന് ഉത്തരവാദി പാർട്ടിയും മേൽപ്പറഞ്ഞ നേതാക്കന്മാരുമാണ്. 50 വർഷം ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി എന്റെ ജീവിതം തുലച്ചു, ഞാനിതൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല, എന്നെക്കൊണ്ട് പറയിപ്പിക്കുകയാണ് എന്ന രീതിയിലല്ലേ അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. പാർട്ടിക്ക് വേണ്ടി ജീവിതം തുലച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. പാർട്ടിയും മേൽപ്പറഞ്ഞ നേതാക്കന്മാരുമാണ് എന്റെ മരണത്തിന് ഉത്തരവാദി എന്ന് എഴുതി വെച്ചിട്ടില്ലേ. ആ മേൽപ്പറഞ്ഞ നേതാക്കന്മാരിൽ പ്രധാന പേരാണ് IC ബാലകൃഷ്ണൻ MLA, ND അപ്പച്ചൻ DCC പ്രസിഡന്റ്. ഇതെല്ലാമല്ലേ ഇത് നമ്മൾ കാണേണ്ടതില്ലേ? ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ഒന്ന്, ആദ്യം ഈ മരണത്തിന്റെ പ്രശ്നം പുറത്തു വരുമ്പോൾ അതിനകത്ത് ആദ്യം ഒരു കത്ത് KPCCക്ക് 2021 ഇദ്ദേഹം തന്റെ പ്രശ്നങ്ങളെക്കുറിച്ചും തന്നെ മുൻനിർത്തി ഇവർ നടത്തിയ നിയമന തട്ടിപ്പിനെ കുറിച്ചും അതിന്റെ ഭാഗമായി എനിക്ക് വന്ന ബാധ്യതയെക്കുറിച്ചും ഒരു കത്ത്, ആ കത്ത് പുറത്തു വന്നു. അതിനെ അവർ നിഷേധിച്ചു. പിന്നീട് കരാർ പുറത്തു വന്നു, ആ കരാറിനെയും നിഷേധിച്ചു. പിന്നെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നു. ആ ആത്മഹത്യാക്കുറിപ്പിനെ കുറിച്ചാണ് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഇപ്പോ KPCC പ്രസിഡന്റും എല്ലാം സംസാരിച്ച് നമ്മൾ കേട്ടത്. ഇവിടെ നമ്മൾ കാണേണ്ടത് ഇത്തരത്തിൽ നെറികെട്ട ഒരു സമീപനം ഇപ്പോൾ മാത്രമല്ല. ഒരു കാര്യം ഞാൻ പറയാം, വയനാടിൽ DCCയുടെ ട്രഷററാണ് മകനെയും കൂട്ടി ആത്മഹത്യ ചെയ്തതെങ്കിൽ KPCCയുടെ ട്രഷറർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. KPCCയുടെ ട്രഷറർ അഡ്വക്കേറ്റ് പ്രതാപ് ചന്ദ്രൻ ആത്മഹത്യ ചെയ്തത് KPCC ഓഫീസിലെ വലിയ സാമ്പത്തിക തട്ടിപ്പിന്റെ ഇരയായി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോൾ UK നിന്ന് ഈ വാർത്തകൾ കേട്ടതിന് ശേഷം പ്രതികരിച്ചിട്ടുണ്ട്. അവരൊന്നും ഈ നാട്ടിൽ പോലും ഇല്ല. ആ മകൻ DGPക്ക് പരാതിപ്പെട്ടപ്പോ KPCCയുടെ സാമ്പത്തിക തട്ടിപ്പിനെതിരായി പരാതി കൊടുത്തപ്പോൾ ഭീഷണിപ്പെടുത്തി സുധാകരൻ പരാതി പിൻവലിച്ചു എന്നിപ്പോ മാധ്യമങ്ങളുടെ മുന്നിലും അദ്ദേഹത്തിന്റെ അഭിപ്രായമായിട്ടെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്രഷറർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. കേരളത്തിലെ ഒരു DCCയുടെ ട്രഷറർക്ക് മകനെയും കൂട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. അതായത് സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും കോൺഗ്രസിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. അത് DCCയുടെയും KPCCയുടെയും ട്രഷറർക്കാണ്. ഇത് ഓരോ കോൺഗ്രസ്സുകാരനും പഠിക്കേണ്ടതാണ്. മറ്റൊന്ന് കൂടി പറയേണ്ടത്, ഇവിടെ ഞാൻ പറഞ്ഞു, ഒന്ന് സുധാകരൻ പറഞ്ഞു അന്തവും കുന്തവും ഇല്ലാത്ത കുടുംബമാണ്, പറഞ്ഞത് നിഷേധിക്കുന്നുണ്ടോ? അതുപോലെ തന്നെയാണ് ഈ മകൻ തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിച്ചത്. അത് എന്താണ്, എന്റെ അടുത്ത് നടക്കില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. പ്രിയപ്പെട്ട സുഹൃത്തെ, VD സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റും VD സതീശനും സുധാകരനും തമ്മിൽ നടത്തിയ സംസാരത്തിലുള്ള ഭാഷയും എനിക്ക് ഈ ചർച്ചയിൽ പറയാൻ വേണ്ടി പറ്റുമോ? താങ്കൾക്ക് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറ്റുമോ? ആ വാക്ക് ഇതിൽ പ്രയോഗിച്ചാൽ മാതൃഭൂമി ചാനലിന്റെ ചിലപ്പോൾ സെൻസർഷിപ്പിനെ ബാധിക്കുന്ന ഘടകമാകില്ലേ? ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. എന്നിട്ട് വെറുതെ ആ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ പോകേണ്ട കാര്യം, ഞങ്ങൾക്ക് പറയാൻ പറ്റാത്തത് എന്താണ്? അങ്ങനെ പറഞ്ഞു VD സതീശൻ എന്ന് പറഞ്ഞാൽ മാതൃഭൂമി ചാനലിന്റെ സെൻസർഷിപ്പിനെ ബാധിക്കും. സുധാകരന്റെ ഏറ്റവും ഒടുവിൽ വന്ന പ്രതികരണം മുഴുവനായി ഞാൻ കേട്ടില്ല. അതിൽ വന്നിട്ടുള്ള ചില ഭാഗങ്ങൾ ഞാൻ പറയാം. KPCCയുടെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം ഞാൻ കൂടുതൽ പ്രതികരിക്കാം എന്നതിന് ശേഷം അദ്ദേഹം പറയുന്നത്, ഞാൻ ഇത് നേരത്തെ ശ്രദ്ധിച്ച വിഷയമാണ്, വിഷയം നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്ന് KPCC പ്രസിഡന്റ് പറയാണ്. എന്ന് മാത്രമല്ല, എല്ലാവരും തൂങ്ങും എന്ന് ഞാൻ IC ബാലകൃഷ്ണനും ND അപ്പച്ചനും മുന്നറിയിപ്പ് നൽകിയിരുന്നു അത്രേ. അപ്പോ നേരത്തെ അറിയാവുന്ന പരിഹരിച്ചോളൂ, ഇല്ലെങ്കിൽ എല്ലാവരും കൂടി തൂങ്ങേണ്ടി വരും എന്ന IC ബാലകൃഷ്ണനും ND അപ്പച്ചനും സുധാകരൻ മുന്നറിയിപ്പ് നൽകിയ വിഷയമായിരുന്നു ഇത് എന്ന് വരുമ്പോ ഇനിയിപ്പോ ആത്മഹത്യാക്കുറിപ്പിനെ സംശയിക്കണ്ടല്ലോ, ഇനിയിപ്പോ ആ കയ്യക്ഷരത്തെയോ എഴുതിയ മഷിയെയോ സംശയിക്കണ്ടല്ലോ, ക്ലാരിറ്റിയെ സംശയിക്കണ്ടല്ലോ. അല്ല, ഞാൻ പറയാം, നിങ്ങൾക്ക് കിട്ടേണ്ട പരദൂഷണം കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ അത്യധ്വാനം ചെയ്തിട്ട് കാര്യമില്ല. അതൊക്കെ അവാസ്തവങ്ങളായ കാര്യങ്ങളാണ്. മരിച്ചു മുകളിൽ നിൽക്കല്ലേ NM വിജയൻ? അദ്ദേഹം അവാസ്തവം എഴുതി വെച്ച് മരിച്ചു പോയ ഒരാളാണോ പറഞ്ഞു? അവാസ്തവം എഴുതി വെച്ചിട്ട് മരിച്ചുപോയ ആളല്ലല്ലോ. ഈ പാർട്ടി, എന്റെ മക്കളെയെങ്കിലും രക്ഷിക്കണേ എന്ന് അപേക്ഷിച്ച്, എന്റെ കുടുംബത്തെയെങ്കിലും രക്ഷിക്കണേ എന്ന് അപേക്ഷിച്ച് മുകളിലേക്ക് പോയ ആളല്ലേ? അത് അവാസ്തവമല്ലല്ലോ, പരദൂഷണമല്ലല്ലോ. പാർട്ടി നേതാക്കൾക്കെതിരെ പരദൂഷണം എഴുതി വെച്ചല്ലോ NM വിജയൻ മരിച്ചത്. ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ പാർട്ടി നേതാക്കളുടെ ചതിയിൽ ചങ്ക് തകർന്ന് വയ്യാത്ത മകനും വിഷം കൊടുത്ത് സ്വയം മരിക്കുന്ന ഒരു അച്ഛൻ പരദൂഷണമോ അവാസ്തവമോ പറഞ്ഞല്ലോ മരിച്ചത്. ഞങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കേണ്ട കാര്യമില്ല അഭിലാഷേ. വിജയേട്ടൻ അവസാന നിമിഷവും കോൺഗ്രസ് പാർട്ടിയെ ചേർത്ത് നിർത്തിയ ആളാണ്. വിജയേട്ടൻ അവസാന നിമിഷവും കോൺഗ്രസ് പാർട്ടിയെ ചേർത്ത് നിർത്തി. കോൺഗ്രസ് പാർട്ടി അദ്ദേഹം മരിച്ച മണ്ണടിഞ്ഞതിന് ശേഷം അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയോ എന്നുള്ളതാണ് ഈ രാത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഒരു ഇടവേളയുണ്ട്, ഇടവേളയ്ക്ക് ശേഷം ഞാൻ പറഞ്ഞത്. ഈ കേട്ടതാണ് മറച്ചു പിടിക്കുന്നതിന്റെ വസ്തുത. ഇത് മാത്രമാണ് വസ്തുത. ഇങ്ങനെ ഒരു സംഭവം CPM-മായി ബന്ധപ്പെട്ട് അരങ്ങേറിയിരുന്നെങ്കിൽ വാർത്താ വിസ്ഫോടനമുണ്ടായേനെ. വാർത്താ വിസ്ഫോടനത്തിന് ഒരു ദിവസം വൈകിയെങ്കിലും ഉണർന്നു വന്നിട്ടുണ്ടെങ്കിൽ യൂത്ത് ഫെസ്റ്റിവലിന്റെ മറപിടിച്ച് അതുകൊണ്ടാണ് അതിന് തീവ്രത കിട്ടാതെ വരുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇക്കഴിഞ്ഞ ഓണക്കാലത്തൊന്ന് ആലോചിച്ചാൽ മതി. തിരുവോണനാളിൽ എക്സ്പെൻഡിച്ചർ വാർത്ത വന്ന വഴി എങ്ങനെയെന്ന് ആലോചിച്ചാൽ അതൊക്കെ ചില കാര്യങ്ങളിൽ വല്ലാതെ
ദിവസങ്ങളൊന്നും പ്രശ്നമല്ലാതെ കത്തിപ്പിടിച്ചോളും. പക്ഷേ മറ്റു ചിലതിൽ തണുപ്പൻ പ്രതികരണം. ആ തണുപ്പൻ പ്രതികരണത്തെയാണ് ഡോസ് കൊടുത്ത് ഉണർത്തിയെടുത്ത് ഈ രീതിയിൽ ജനങ്ങളുടെ മുന്നിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട സത്യങ്ങൾ തുറന്നു പറയിക്കാനുള്ള അവസരമുണ്ടാക്കിയത്. അത് സജീഷ് വളരെ ഗംഭീരമായി നിർവഹിച്ചു എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല.